ഇത് നമുക്ക് മഷ്റൂമും പിന്നെ ക്യാപ്സിക്കും കൂടിയിട്ട് മസാല പോലത്തെ ഒരു കറി ഉണ്ടാക്കാൻ തരി നോക്കാം. ഈ കറി ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഈ വീഡിയോ ഞാൻ വെക്കേഷന് പോണതിന് മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ എനിക്ക് പോണ ആ തിരക്കായതുകൊണ്ട് എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. പിന്നെ എൻ്റെ ഇനി പുതിയതായിട്ട് വരുന്ന എല്ലാ വീഡിയോസിനും ഞാൻ സബ് ടൈറ്റിലും കൂടിയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. കാരണം കുറച്ച് പേരെ പറയുന്നത് സബ് ടൈറ്റിലും കൂടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ വീഡിയോ എനിക്കാണോ കൂടുതലും മലയാളീസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാൻ. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ മഷ്റൂം 500 ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ ഓൾറെഡി കഴുകിയിട്ട് ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് കഴുകിയിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് അപ്പം തന്നെ കഴുകി വാരിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതേപോലെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് കനം കുറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ മഷ്റൂം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ കളറിലുള്ള മഷ്റൂമാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെള്ള കളറിലുള്ള മഷ്റൂം കിട്ടും. അതിപ്പോൾ ഏത് കളറുള്ള മഷ്റൂം ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴായിരുന്നാലും ചിലപ്പോൾ അതൊന്ന് ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റ് നോക്കിയിട്ട് വാങ്ങുക. കാരണം മഷ്റൂം പഴക്കം എത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര പൊട്ടിയായിരിക്കും. പിന്നെ അത് നമ്മൾ കറി വെച്ചാലും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 1 കിലോ മഷ്റൂം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ അത്രയ്ക്ക് വലിയ ഉരുളക്കിഴങ്ങല്ല കേട്ടോ. നല്ല വലുതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ ക്യാപ്സിക്കം ഉണ്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 3/4 ഭാഗം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഏകദേശം അളവിൽ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പോൾ ഇത് 3 കേട്ടോ നമ്മൾ ഈ കറിയിലേക്ക് കഷ്ണങ്ങളായിട്ട് ചേർക്കണത്. ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതേപോലത്തെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 9 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ സവോള അപ്പം ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചെറുതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് എടുക്കണം. സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതേപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കറിയിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടിയും വേണം, ഗരം മസാലയും വേണം. ആ 4 മസാലപ്പൊടികളും ഞാൻ ഇത് മസാല ആക്കുന്ന സമയത്ത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അതില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും വേണം. റെഡിയാക്കിയിട്ട് എടുക്കാനുള്ള ഓയിലും വേണം. നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് നമ്മൾ സവോളേനെ ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കില്ലേ. എങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് ഈ കറി കഴിക്കാൻ എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ഇപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സവോള ചേർത്താൽ മതി. കാരണം കൂടുതൽ സവോള ആയിട്ടുണ്ടെങ്കിൽ കറിക്ക് ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരുമല്ലോ. പക്ഷെ അത് ചപ്പാത്തിക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എനിക്ക് സാധാരണ സവോളയ്ക്ക് ഇതേപോലെ ഇങ്ങനെ കൈമ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇഷ്ടം. ഞാൻ കട്ടിങ് ബോർഡും വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാറില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ നടക്കും. ഇത് നമ്മൾ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് കഴുകി കട്ട് ചെയ്ത് പിന്നെ കഴുകിയൊക്കെ എടുത്ത് വെച്ച് വരുമ്പോൾ ഒരു സമയമാവും. നിങ്ങൾ ചെയ്താലും നമ്മുടെ കൈമൊന്നും പാടൊന്നും വീഴൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിലെ കത്തിക്കൊന്നും അത്രയ്ക്ക് വലിയ മൂർച്ചയില്ല. ഇനി പച്ചമുളക് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ടാട്ടോ ചേർക്കണേ.
ഇവണ് വീട്ടിലേക്ക് ആയിരുന്നാലും ഒരുപാട് മൂർച്ചയുള്ള കത്തിനേക്കാളും നല്ലത് കുറച്ച് മൂർച്ച കുറഞ്ഞ കത്തിയായിരിക്കും. ഈ കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഇത്രയ്ക്ക് ക്യാപ്സിക്കം ഇട്ട് എടുക്കണത്. ക്യാപ്സിക്കത്തിൻ്റെ കുരു മാറ്റണം. അത് ചില ക്യാപ്സിക്കത്തിൻ്റെ കുരു കഴിക്കും. അപ്പം അതുകൊണ്ടാണ് ക്യാപ്സിക്കം എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു മാറ്റണം എന്ന് പറയുന്നത്. ഇതും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നീക്കി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് തൊണ്ട് കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പീലർ വെച്ചിട്ട് തൊണ്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതേപോലെ നമുക്ക് പീലർ എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതാകുമ്പോൾ നല്ല ഈസിയാണ്, പെട്ടെന്ന് പണി കഴിയും. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. ഞാനിപ്പോൾ വെള്ളത്തിലേക്കാണ് ഇട്ടുന്നത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ചിലപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്തവർ ചിലപ്പോൾ ഇങ്ങനെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ളതെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് കറി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കട്ടെ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒരു 3/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അത് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുക്കണ പോലെ തന്നെ. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം ഇതിനകത്ത് സവോളയൊക്കെ ആയിരുന്നാലും കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഞാനിതിലേക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിലായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ മുരിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ മസാലപ്പൊടികളൊക്കെ ആണ്ട് മുരിയുള്ളൂ. എന്നാൽ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മുരിയണം, അല്ലെങ്കിൽ ആ കറിക്ക് മല്ലിയുടെ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മല്ലിപ്പൊടി മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കാം. എനിക്ക് ഈ മരത്തിൻ്റെ
ഇതേപോലത്തെ ഇങ്ങനത്തെ തവിയും കൊണ്ട് ഇളക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം സ്പൂണും കൊണ്ട് ഇളക്കണ്ട. അപ്പോൾ സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് വരും. പക്ഷേ ഇത് വെച്ച് ഇളക്കുമ്പോൾ സൗണ്ട് വരുമല്ലോ. മരത്തിൻ്റെ തവി വെച്ചിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നതൊന്നും വിട്ടു പോരില്ല. ഇപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മല്ലിപ്പൊടി നന്നായിട്ട് മുരിയണം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇത്രയ്ക്കായിട്ടാണ് ചേർക്കുന്നത്, ഒരു 1/2 ടേബിൾ സ്പൂൺ. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുരുമുളക് പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ ഇത്രയ്ക്കായിട്ട് ചേർക്കണത്. ഇതിലേക്ക് ഞാനിവിടെ തക്കാളി ചേർക്കണില്ല കേട്ടോ. എനിക്ക് തക്കാളി ചേർക്കാണ്ട് എടുക്കുന്ന ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ആണ്ട് മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നല്ല കനം കുറഞ്ഞിട്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളവും തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കയ്യിലെടുത്തിട്ട് ഒരു 4 പ്രാവശ്യം തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി തീ പതുക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിവിടെ 3 മിനിറ്റിൻ്റെ അടുത്ത് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ഉരുളക്കിഴങ്ങ്. കാരണം ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കൂട്ടി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. കാരണം ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറച്ച് ചേർത്തത്. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ചേർക്കണം, പിന്നെ ക്യാപ്സിക്കവും ചേർക്കണം. അത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ചേർക്കാം. ഇതെല്ലാനും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ മഷ്റൂമൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട അപ്പോൾ ഇതിനകത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല. ഇനി ഒന്നുകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം വരെയായിരിക്കും. അത് ഇങ്ങനെ ഓരോ മഷ്റൂമിൻ്റെ അനുസരിച്ചിട്ട് ഇരിക്കും. ചില കൂണിന് ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ വെള്ളം ചേർക്കരുത്. പിന്നെ മഷ്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് നേരമൊന്നും ഇട്ട് വേവിക്കണ്ട. ഇനി ഇതിലേക്ക് ഇപ്പോൾ മഷ്റൂമൊക്കെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഒരുപാട് ഇങ്ങനെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ചേർക്കണത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഗരം മസാലയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഗരം മസാല ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. അത് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക.
ഞാനിവിടെ തീ ഒന്നും കൂടി ഒന്ന് കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഇപ്പോൾ എല്ലാവരും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഞാനിവിടെ 1 മിനിറ്റ് മാത്രമേ മൂടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. കാരണം ക്യാപ്സിക്കം കുറേ അങ്ങോട്ട് വെന്തങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ മഷ്റൂമൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഉരുളൻകിഴങ്ങും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, കുബൂസിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവില്ല.